പത്തനംതിട്ട തിരുവല്ലയിൽ എരുമയുടെ വാൽ മുറിച്ചു നീക്കി സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. നിരണം സ്വദേശി മോഹനന്റെ ഉടമസ്ഥയിലുള്ള എരുമയുടെ വാലാണ് മുറിച്ചത്. പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ ഉടമ പരാതി നൽകി. ഞാൻ വെളുപ്പിന് 4 മണിയാകുമ്പോൾ എഴുത്തിൽ കയറി ചെന്നപ്പോഴത്തേക്ക് ഇതാണ് ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന കാണുന്നത്. പിന്നെ എപ്പോഴാണ് പിടിച്ച് നോക്കി വാല് അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ അവിടെ മുറ്റത്ത് കസേര ഈ കിടക്കുക അതേ കൊണ്ട് തൂക്കി വെച്ചിരുന്നു. ഇപ്പോൾ ആരാ എന്താണെന്നൊന്നും നമുക്ക് അറിയത്തുമില്ല. സത്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. സംശയം കൊണ്ട് ആരെങ്കിലും പറയാൻ പറ്റും, അതും പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസുകാർ വന്നു, പിന്നെ ഓരോരുത്തർ വന്നിങ്ങനെ ആൾക്കാർക്ക് വന്നിങ്ങനെ തിരക്കിയൊക്കെ പോകുന്നു. നമ്മൾ ഇതുകൊണ്ടൊക്കെയാണ് കഴിയുന്നത്. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ശ്രീരാജ്, എത്ര ക്രൂരതയാണിത്? ആരാണിത് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഇതിലെ ക്ഷീര കർഷകനാണ് നിരണം സ്വദേശിയായ ഈ മോഹനൻ. അദ്ദേഹത്തിന്റെ എരുമയുടെ വാലാണ് മുറിച്ച നിലയിൽ പുലർച്ചെ കണ്ടത്. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ആരുമായിട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ തന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനായി ചെയ്തതാണ് എന്ന് കരുതുന്നില്ല. സാമൂഹ്യ വിരുദ്ധ സംഘം മദ്യപാനികളായ സാമൂഹ്യ വിരുദ്ധ സംഘം ഇത്തരത്തിൽ ചെയ്തതാകാമെന്നാണ് കരുതുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ജീവനോപാധിയാണ് ഈ എരുമയും പശുവും എല്ലാം തന്നെ. ക്ഷീര കർഷകനാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഇതിലുണ്ടാകണം, പ്രതികളെ കണ്ടെത്തണമെന്ന് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. എരുമയെ കൂടാതെ മറ്റ് പശുക്കളും എല്ലാം തന്നെയാണ് അത്തരത്തിലാണ് ഇദ്ദേഹത്തിന്റെ ഒരു ജീവനോപാധി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം വേണം. പ്രതികളെ എത്രയും വേഗം പിടികൂടണമെന്നാണ് നിലവിൽ ഇദ്ദേഹം പറയുന്നത്, മോഹനൻ പറയുന്നത്. ബിനിൽ, ശരി, താങ്ക് യു. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ സാമൂഹിക വിരുദ്ധർ തിരുവല്ലയിൽ എരുമയുടെ വാൽ മുറിച്ചു നീക്കിയിരിക്കുകയാണ്.